ഈ പറയുന്ന ഒരു വലിയ സമൂഹം ഒരു കാലത്തും ഈ പറയുന്ന നല്ല സിനിമ എന്ന് പറയുന്നിട്ടുള്ള നല്ല സിനിമകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അവരെപ്പോഴും ഒരു വലിയ തട്ടുപൊളിപ്പൻ സിനിമകളുടെ പിന്നാലെ മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അമ്മേറിയൻ കണ്ട ആളുകൾ വളരെ കുറവാണ്. അപ്പം അമ്മേറിയൻ മഹത്തായ ഒരു സിനിമയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേറിയൻ ഒരു മഹത്തായ സിനിമയായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പം എത്രയോ നല്ല സിനിമകൾ, ഇപ്പോൾ ഈ പറയുന്ന അടൂരിൻ്റെ നല്ല സിനിമകളുണ്ട്, അരവിന്ദൻ്റെ നല്ല സിനിമയുണ്ട്, പവിത്രൻ്റെ സിനിമകളുണ്ട്. അപ്പോൾ നല്ല സിനിമകളുണ്ട്. അത് പലപ്പോഴും വളരെ ചെറിയൊരു ഈ പറയുന്ന വളരെ കുറച്ച് മനുഷ്യർ മാത്രമാണ് ആ സിനിമകളിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷെ മലയാള സിനിമ ശിഥിലമാവുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സിനിമയെ തിരിച്ചറിയുന്ന, നല്ല സിനിമകളെ തിരിച്ചറിയുന്ന ഒരു പ്രേക്ഷക സമൂഹം ഉണ്ടായി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കുറച്ചുകൂടി പരീക്ഷണാത്മകമായിട്ടുള്ള സിനിമകളെ അംഗീകരിക്കാൻ പറ്റുന്നത്. ഇന്നിപ്പം മലയാളത്തിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള സിനിമകൾ എടുക്കാനായിട്ട് ഇപ്പോഴത്തെ സംവിധായകർക്ക് കുറച്ച് തൻ്റെ ഇടമുണ്ട്. കാരണം അവർക്കറിയാം നല്ല സിനിമകൾ കാണുന്ന ഒരു ജനറേഷൻ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാള സിനിമ ശിഥിലമാവുന്നു ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ മലയാള സിനിമയിൽ ഈ പറയുന്ന ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സ്റ്റാർഡത്തിന് പുറത്ത് സിനിമ കുറച്ചുകൂടി മറ്റൊരു വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ്, അതൊരു വലിയ ഗുണമാണത്. അതുകൊണ്ട് തന്നെ നല്ല സിനിമകളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മലയാള സിനിമ ഒരിക്കലും ശിഥിലമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല. നമുക്ക് ഈ ഗ്രാൻഡ് നറേറ്റീവ് എന്ന് പറയാം, നമ്മുടെ ഇപ്പം ഒന്നും വേണം, നമുക്ക് ഏറ്റവും ചെറിയ ഒരു ഉദാഹരണങ്ങൾ ഐ വി ശശിയുടെ പഴയ സിനിമകൾ, ഇപ്പോൾ കരിമ്പൂവിനക്കരയോ എന്തെങ്കിലും സിനിമ, ഈ സിനിമകളുടെ ഒരു എന്താ പറയേണ്ടത്, അതൊരു വലിയ നിലത്താണ്, വലിയ വലിയ വിശാലമായൊരു ലോകത്ത് ഒരുപാട് മനുഷ്യരുള്ള സിനിമകളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത്തരം സിനിമയിൽ നിന്ന് ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം എന്നെപ്പോലൊരു എഴുത്തുകാരൻ ശരിക്കും ഇപ്പം ചെറുകഥ എന്ന് പറയുന്ന രൂപത്തിൽ, ഞാൻ ചെറുകഥയിലാണ് കൂടുതലും കാരണം എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള എൻ്റെ താല്പര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ചെറുകഥയിൽ പെടുന്നത്. പക്ഷേ ഇത് തൊട്ട് മുമ്പുള്ള തലമുറയിലെ ആൾക്കാർ, ഇപ്പം തകഴിച്ചേട്ടൻ 10-30 നോവൽ എഴുതിയിട്ടുണ്ട്. ആനന്ദ് അല്ലെങ്കിൽ എം ടി വാസുദേവൻ നായർ, നോവലുകളുടെ ഒരു വലിയ ലോകം അല്ലെങ്കിൽ വലിയൊരു കാലം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു. നോവലുകൾ കുറയും, കഥകൾ കൂടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. അതെനിക്ക് തോന്നുന്നു ഈ വലിയ മനുഷ്യർ കുറഞ്ഞു പോകുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ വലിയ ലോകം ഇല്ലാതായിപ്പോയി, ലോകം തന്നെ ചെറുതായി വരുന്നത് പോലെ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമയിലെ ഈ പറയുന്ന ഇപ്പം 1 മണിക്കൂർ നേരത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ കഥ, ഇപ്പോൾ റൺലോല റൺ പോലൊരു സിനിമ, അല്ലെങ്കിൽ ഈ പറയുന്ന 24 മണിക്കൂറിനുള്ളിൽ ഒരു സിനിമ തീരുന്നു. ഇത് പുറത്ത് ഒരുപാട് സിനിമകളിൽ നമ്മൾ ഈ പറഞ്ഞ ഹോളിവുഡിൽ അല്ലെങ്കിൽ അല്ലാതെ എല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇതൊരു എളുപ്പവഴിയാണ്. പക്ഷേ കുറച്ചുകൂടി വലിയ സിനിമകൾ, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ പാലേരുമാണിക്കൊരു വലിയ സിനിമയാണ്, രഞ്ജിത്ത് ചെയ്യാൻ ഞാൻ എന്ന് പറയുന്ന ഒരു വലിയ സിനിമയാണ്. പക്ഷെ അത്തരം സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത്തരം സിനിമകളിലേക്ക് എത്താൻ ഉള്ളൊരു മനസ്സും അതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മളെ തയ്യാറാക്കേണ്ട ഒരാവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ സിനിമകളുടെ എളുപ്പ വഴികളിലൊന്നാണ്, അല്ലെങ്കിൽ കുറുക്ക് വഴികളിലൊന്നെന്ന് പറയുന്നത് അത്തരം ചിന്തകളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഒരു മണിക്കൂറിനുള്ളൊരു സിനിമ ഉള്ളൊരു കഥ പറയാം, അതൊരു കഥ പറച്ചിൽ രീതിയാണ്. അതൊരു ചെറുകഥയുടെ സ്വഭാവം ഉണ്ടാവും ഇതിന് പലപ്പോഴും. അതൊരു രീതിയാണ്, അത് പുറത്തുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ സിനിമയിലെ പുതിയ ആൾക്കാർ പരീക്ഷിക്കുന്നേ ഉള്ളൂ. അതിൽ പലതും മോശമായി പോവും, ചിലത് വിജയിക്കും. പക്ഷെ ഇതൊക്കെ സിനിമയിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ വലിയ സിനിമകളുടെ കാലം, ഈ പറയുന്ന പോലെ ഒരുപാട് മനുഷ്യരുള്ള സിനിമകളുടെ കാലം കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുന്നു. സത്യമാണത്. പണ്ട് ഒരുപാട് മനുഷ്യർ നമുക്ക് കാണാമായിരുന്നു. ഒരു ഗ്രാമത്തിൻ്റെ കഥ, അതൊക്കെ മാറിയിട്ട് എനിക്ക് നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സെൽഫ് സെൻറ്റേർഡായി, അല്ലെങ്കിൽ ഒരു നഗരത്തിൻ്റെ ജീവിതമായി. എനിക്കൊന്ന് മൊത്തം ലോകത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടുള്ള ചില അത്തരം മാറ്റങ്ങൾ നമ്മുടെ സിനിമയിൽ വരുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ആവാം അത് എനിക്ക് തോന്നുന്നു.
ഞാൻ ഈ മലയാളിയുടെ മണ്ണ് അല്ലെങ്കിൽ മലയാളിയുടെ മണം എന്ന് പറയുന്ന അത്തരം ഒരു ഭയങ്കര കാൽപ്പനികമായ ഒരു ചിന്തയോട് കൂട്ടുനിൽക്കുന്നൊരു മനുഷ്യനല്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് നമ്മുടെ ഒരു ധാരണയിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം നമുക്ക് ഈ പറയുന്ന നാട്ടിൻപുറത്തിൻ്റെ എന്തോ നന്മകൾ, പച്ചപ്പ്, ഇത് നമ്മുടെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ ഇതിനോടൊരിക്കലും അതിനോട് അത്ര താല്പര്യമുള്ള ഒരാളല്ല. കാരണം നമ്മുടെ ലൈഫിൻ്റെ ഒരു റിയാലിറ്റി നോക്കിയാൽ നമുക്കറിയാം. നമ്മുടെ കാരണം നമുക്കൊരു നമ്മുടെ നഗരങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നൊരു, നമ്മൾ നഗരം എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്, അല്ലെങ്കിൽ ഒരു സഞ്ചരിക്കുന്ന ഭൂപ്രദേശമാണ് ഒരു നഗരം എന്ന് പറയുന്നത്. അത് ഓരോ ദിവസവും സഞ്ചരിച്ചുകൊണ്ട് ഓരോ ഗ്രാമങ്ങളെയും നഗരങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സത്യമാണ്. ഈ റിയാലിറ്റി നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല. നമുക്ക് ഇപ്പം എൻ്റെ മകള് ജനിച്ച് വളരുന്ന നഗരം, അല്ലെങ്കിൽ അവൾ കാണുന്നത്, അവളുടെ ഭക്ഷണം, അവളുടെ ശീലങ്ങൾ, അതൊരിക്കലും എൻ്റെ അല്ല, അല്ലെ എൻ്റെ തലമുറയുടേതല്ല, എൻ്റെ അച്ഛനോ അമ്മയോ കടന്നു വന്ന വഴികളുടേതുമല്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ സിനിമകളിൽ റിഫ്ലക്റ്റ് ചെയ്യും. അത് സ്വാഭാവികമാണ്. ഈ പറയുന്ന എല്ലാം തന്നെ അതിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനകത്തുനിന്ന് മാറി നമ്മൾ നമ്മുടെ നാട്ടിൻ പുറത്തേക്ക്, അല്ലെങ്കിൽ പത്മരാജൻ്റെയോ അല്ലെങ്കിൽ അത്തരം മറ്റു ആൾക്കാരുടെ സിനിമകളിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അവരുടെ കാലത്ത് നിന്നിട്ടാണ് അവർ ആ സിനിമ ചെയ്തത്. ഈ കാലത്ത് നിന്ന് ചെയ്യുന്ന സിനിമകൾക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തതകളുണ്ടാവും. മലയാളി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാളിയുടെ ഗന്ധങ്ങൾ മാറും, മലയാളിയുടെ ശീലങ്ങൾ മാറും, മലയാളിയുടെ സ്വഭാവം മാറും. കാരണം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം നോക്കിയാൽ മതി. കാരണം ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂട്ടറിൻ്റെ പുറകിൽ 2 കാലും കവിച്ച് വെച്ചിരുന്ന് യാത്ര ചെയ്യുന്ന പെൺകുട്ടിയെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ഇന്നത്തെ അവസ്ഥ മാറി. മലയാളിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ബോഡിയുടെ മേലുള്ള ഇൻഹിബിഷൻ മാറി. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലെ മാറ്റങ്ങളുടെ ഭാഗമാണ്. ഇതെല്ലാം നമ്മുടെ സിനിമകളിൽ വരാം. അതുകൊണ്ട് നമ്മൾ മലയാളിയുടെ മണം എന്ന് പറയുന്നത് ഈ മാറ്റങ്ങൾ കൂടിയുള്ളതാണ്. അത് പണ്ടുള്ള സിനിമകളിൽ നിന്ന് ഉള്ളതാണ് എന്ന് നമ്മൾ പറയുന്നെങ്കിൽ അത് നമ്മൾ ഇന്നത്തെ കാലത്തോട് കാണിക്കുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റാണെന്ന് ഞാൻ പറയും. എൻ്റെ എഴുത്തിൻ്റെ പ്രോസസ്സിൽ ഞാൻ മാത്രമാണുള്ളത്. കടലാസും ഞാനും പേനയും അതിൻ്റെ ഈ പറയുന്ന സ്ട്രഗിളും ആ ലോകത്ത് ഞാൻ മാത്രമാണുള്ളത്. പക്ഷേ സിനിമയുടെ ലോകം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അവിടെ ഒരു സംവിധായകനുണ്ട്, അവിടെ ഒരു നിർമ്മാതാവുണ്ട്, നടനുണ്ട്. ഇപ്പം ഇത് ഒരുപാട് മനുഷ്യർ ഈ പറയുന്ന കളത്തിനകത്ത്, ഒരു ചതുരംഗത്തിൻ്റെ കളത്തിലെ ഈ പറയുന്ന കരുക്കൾ പോലെ നിൽപ്പുണ്ട്. അപ്പം അത് വളരെ സൂക്ഷിച്ച് മാത്രം നമ്മൾ മൂവ് ചെയ്യേണ്ട ഒരു സ്പേസാണത്. അതിൽ ഈ പറയുന്ന സംവിധായകൻ്റെ നിർദ്ദേശങ്ങളുണ്ടാവാം. ചില സമയങ്ങളിൽ ഇപ്പം ചിലപ്പോൾ നിർമ്മാതാവിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ടാവാം. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഈവൻ ചിലപ്പം ഒരു നടൻ്റെയോ നടിയുടെയോ ചില അഭിപ്രായങ്ങളുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പറയുന്ന പരസ്പരം പറഞ്ഞും പറയാതെയും തിരിച്ചറിഞ്ഞുമൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പം സിനിമ എഴുത്തെന്ന് പറയുന്നത് അത്ര പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതിനകത്തെ അസ്വാതന്ത്ര്യമാണ് അതിനകത്തെ സ്വാതന്ത്ര്യം. കാരണം അതിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ സിനിമ എഴുത്ത് ഒരിക്കലും സാധ്യമല്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഇതുപോലെ കൊണ്ടുപോയി സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരു സംവിധായകൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. അതിന് പറ്റിയൊരു നിർമ്മാതാവ് വരണം. ഇപ്പോഴത്തെ ഒരു കാലത്ത് അതിനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു പക്ഷേ എനിക്ക് അത്രയും സ്വാതന്ത്ര്യത്തോട് എഴുതി ഒരു സംവിധായകന് കൊടുത്ത് ചെയ്യാം. പക്ഷെ അപ്പോഴും ആ തിരക്കഥയുടെ സിനിമ എന്ന് പറയുന്ന ആത്യന്തികമായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് ആ സംവിധായകൻ്റെ ആയിരിക്കും. കാരണം അയാളതെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടാണ്. കാരണം അത് എഴുത്തിൻ്റെ വ്യാഖ്യാനമാണ് സംവിധായകൻ്റെ ദൃശ്യാവിഷ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ആത്യന്തികമായിട്ട് സിനിമ സംവിധായകൻ്റെ കലയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എഴുത്തിനൊരു എന്താ പറയുക, സിനിമയെ കൊണ്ടുപോകാനുള്ള ഒരു വഴിയും അതിനൊരു ആകാശവും അതിനൊരു തണലോ ഒക്കെ കൊടുക്കാം. പക്ഷേ അതിനകത്ത് ബാക്കി അതിൻ്റെ മുഴുവൻ കാഴ്ചകളെയും രൂപപ്പെടുത്തുന്നത് സംവിധായകൻ എന്ന് പറഞ്ഞ ഒരാളാണ്.
അതുകൊണ്ട് ഞാൻ അത് ആത്യന്തികമായി സിനിമ സംവിധായകൻ്റെ കല തന്നെയാണ്. അതിൻ്റെ തൊട്ട് താഴെ മാത്രമാണ് എഴുത്തുകാരെന്ന് ഞാൻ വിശ്വസിക്കുന്നു.